ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചമ്മന്തി വളരെ ഇഷ്ടമായിരിക്കും. ചമ്മന്തി തന്നെ പല വെറൈറ്റി നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ എന്നും കഴിക്കുന്ന തക്കാളി ചമ്മന്തി, ഉള്ളി ചമ്മന്തി എല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കൊരു വെറൈറ്റി മെത്തേഡിൽ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം ഞാനൊരു വലിയ ഉള്ളിയും ഇപ്പോൾ ചെറിയ ഉള്ളിയും 5-6 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി നെടുകെ ഇതുപോലൊന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ 2ആയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ 3 തക്കാളിനെ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഉള്ളിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. നമ്മൾ ഉപ്പുമാവിനൊക്കെ അരിയുന്ന പോലെ അരിയാം. ചെറിയ ഉള്ളിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ തക്കാളിയുടെ മുകൾ ഭാഗത്തുള്ള ഈ മുകളവും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലോട്ട് ഒരു വെളിച്ചെണ്ണ 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അധികം ചേർക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം കൂടുമായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ഫ്രൈ ചെയ്യാം. അതിനായിട്ട് തക്കാളി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എണ്ണയ്ക്ക് മുകളിൽ പതുക്കെ വെക്കാം. തക്കാളിയിലുള്ള ജ്യൂസ് പെട്ടെന്ന് എണ്ണയിൽ തട്ടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അത് കാരണം സൂക്ഷിച്ച് നമുക്ക് തക്കാളിയെല്ലാം വെക്കാം. അതിനുശേഷം 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കവർ ചെയ്ത് 1 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. ഇനി 1 മിനിറ്റ് നേരത്തേക്ക് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം അടിവശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. നമുക്കിനി ഈ തക്കാളി എല്ലാം തന്നെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഞാനിതെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടി നമുക്കിത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ തക്കാളി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും വെളുത്തുള്ളി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മളെന്നും ചേർക്കുന്ന പോലെ ഉപ്പ് ഒരു 1/4 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ വഴറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ളി വഴറ്റി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഉള്ളി ഫ്രൈ ചെയ്യാം. നമ്മളിങ്ങനെ ഒപ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് തക്കാളി ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. കുറച്ചധികം നേരം കൂടി ഫ്രൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 3 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത തക്കാളി എല്ലാം തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്കിവിടെ ഉള്ളി മാത്രം ഒരു 1 മിനിറ്റ് നേരത്ത് കൂടി നിങ്ങൾ ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞെന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നല്ല മുരിഞ്ഞ ഒനിയനാകുന്ന സമയത്ത് നിങ്ങളത് ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബൗളിലോട്ടോ നമുക്കത് മാറ്റാം. ഇനി അതേ പാനിലോട്ട് തന്നെ നമുക്ക് 2 ഉണക്കമുളകും ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മുളക് വേഗം കരിഞ്ഞു പോവും. ഒരു മോട്ടർ ആൻഡ് പെസ്റ്റിലിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു അമ്മിക്കലിൻ്റെ സഹായത്തോടു കൂടിയോ നമുക്ക് ഈ മുളകും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചതച്ച് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് ചൂടാറാൻ വെച്ച തക്കാളിയുടെ തൊലിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പീൽ ചെയ്യാൻ കിട്ടും. അതിനുശേഷം ഒരു ബൗളിലോട്ട് നമ്മൾ തക്കാളിയുടെ തൊലി മാറ്റിയതും മുളകും കറിവേപ്പിലയും ചതച്ചതും അതിലിട്ട് ഞാനൊരു ചെറിയുടെ സൈസിൽ ഞാൻ ചെറിയൊരു അളവിൽ പുളിയും ഉപ്പ് 1/2 സ്പൂണ് തൈര്, നല്ല കട്ടി തൈര് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിരിക്കുകയാണ്. ഇവയെല്ലാം ചേർന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്തിട്ട് എല്ലാം നമ്മളിതൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ചതയ്ക്കുക. മാക്സിമം ചതച്ച് ആ തക്കാളി നന്നായിട്ട് ചതഞ്ഞാൽ മാത്രം നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ വറുത്ത തക്കാളി ചട്ടിയുടെ അല്ലെങ്കിൽ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. മറക്കാണ്ട് ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.